BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. മാസങ്ങളുടെ അഭ്യൂഹങ്ങൾക്കും കാത്തിരിപ്പിനുമൊടുവിൽ കേരളത്തിന് മൂന്നാം വന്ദേ ഭാരത് പ്രഖ്യാപിച്ച ഇന്ത്യൻ റെയിൽവേ എറണാകുളം ബംഗളൂരു റൂട്ടിൽ ആഴ്ചയിൽ 3 ദിവസമാണ് സർവീസ് നടത്തുക. ഈ മാസം 31-ന് ആദ്യ സർവീസ് നടക്കും. 12 സർവീസുകളുള്ള സ്പെഷ്യൽ ട്രെയിനായിട്ടാണ് ഓടുക. എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് 12:50 പുറപ്പെട്ട് രാത്രി 10 മണിക്ക് ബംഗളൂരുവിൽ എത്തിച്ചേരുന്ന ട്രെയിൻ അടുത്ത ദിവസം പുലർച്ചെ 5:30 ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട ഉച്ചയ്ക്ക് 2:20 എറണാകുളത്തെത്തും. ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്കും വ്യാഴം, ശനി, തിങ്കൾ ദിവസങ്ങളിൽ ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്കും സർവീസ് നടത്തുമെന്നാണ് റിപ്പോർട്ട്. ഓണത്തിന് മുൻപ് കേരളത്തിന് 3 വന്ദേ ഭാരത് സർവീസ് അനുവദിക്കുമെന്നും നേരത്തെ റെയിൽവേ വ്യക്തമാക്കിയിരുന്നു. പുതിയ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് ബംഗളൂരുവിൽ IT സെക്ടറിൽ ജോലി ചെയ്യുന്ന നിരവധി മലയാളികൾക്ക് ഗുണകരമാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, പോത്തന്നൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, ബംഗളൂരു എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പുകൾ. നിലവിൽ കേരളത്തിലോടുന്ന 2 വന്ദേ ഭാരത് ട്രെയിനുകളും സൂപ്പർ ഹിറ്റാണ്. തിരുവനന്തപുരം, കാസർഗോഡ്, മംഗളൂരു, തിരുവനന്തപുരം റൂട്ടുകളിലാണ് 2 ട്രെയിനുകൾ സർവീസ് നടത്തുന്നത്. എറണാകുളം ബംഗളൂരു സർവീസ് പ്രായോഗികമാണെന്ന് റെയിൽവേ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. അതേസമയം സ്പെഷ്യൽ ട്രെയിനായി സർവീസ് നടത്തിയ ശേഷം മാത്രമേ സ്ഥിരമായി ഓടിക്കണമോ എന്നും തീരുമാനിക്കുകയുള്ളൂ. ഓപ്പറേഷൻ ഫുട്പാത്തിന്റെ ഭാഗമായി എറണാകുളം നഗരപരിധിയിൽ വിവിധ വകുപ്പുകളുടെ കീഴിലുള്ള റോഡുകളിലെ ഫുട്പാത്തുകളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി. വിവിധ വകുപ്പുകളുടെ കീഴിലുള്ള മണിക്കിരി ക്രോസ് റോഡ്, MG റോഡിൽ ജോസ് ജംഗ്ഷൻ, MG റോഡിൽ നിന്നും കോൺവെന്റ് റോഡിലേക്കുള്ള പ്രവേശന ഭാഗം, ശ്രീകണ്ഠത്ത് വെസ്റ്റ് റോഡ്, പവർ ഹൌസ് എക്സ്റ്റൻഷൻ റോഡ്, ചിറ്റൂർ റോഡിൽ കച്ചേരിപ്പടി മുതൽ അയ്യപ്പൻകാവ് വരെയുള്ള ഭാഗം എന്നിവിടങ്ങളിലാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. PWDയും കോർപ്പറേഷൻ ഇതോട് ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ള പ്രൊജക്ടുകൾ സമയബന്ധിതമായി തീർക്കുന്നതിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ്, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്, കൊച്ചി കോർപ്പറേഷൻ, പൊതുമരാമത്ത് വകുപ്പ്, പോലീസ്, റവന്യൂ എന്നീ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയിൽ ജില്ലാ കളക്ടർക്കൊപ്പം പങ്കെടുത്തു. നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിൽ വിമർശിച്ച് ഹൈക്കോടതി. മാലിന്യ വിഷയം പരിതാപകരമെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. കൊച്ചിയിലല്ല, തിരുവനന്തപുരത്താണ് മാലിന്യം കെട്ടിക്കിടക്കുന്നത്. റെയിൽവേ പരിസരത്തെ മാലിന്യം നീക്കം ചെയ്യണമെന്നും അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനോ ഇറിഗേഷനോ പ്രവേശനം അനുവദിക്കുന്നില്ല എന്നുമായിരുന്നു സർക്കാർ അറിയിച്ചത്. അമീഴഞ്ചാൻ തോട് ശുചീകരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി യോഗം വിളിച്ചുവെന്ന് തദ്ദേശ സെക്രട്ടറി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം മാലിന്യം നീക്കം ചെയ്യുന്ന കാര്യത്തിൽ കൊച്ചി കോർപ്പറേഷനെയും കോടതി വിമർശിച്ചു. എല്ലായിടങ്ങളിലും മാലിന്യ കൂമ്പാരമാണെന്നും എന്തുകൊണ്ട് സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്നും ചോദിച്ചു. ആമയിഴഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട എന്ത് തുടർ നടപടികളാണ് എടുത്തിരിക്കുന്നതെന്നും ചോദ്യം ഉന്നയിച്ചു. റോഡുകളിലെ പല ഭാഗങ്ങളിലും മാലിന്യം കെട്ടിക്കിടക്കുകയാണെന്നും ദിവസേനയുള്ള മാലിന്യ നീക്കം കൊച്ചി കോർപ്പറേഷനിൽ നടക്കുന്നില്ല എന്നും കോടതി വ്യക്തമാക്കി. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. കഴുത്തുമുട്ടിലെ വിൽപ്പനശാലയിൽ നിന്ന് പഴകിയ മത്സ്യം പിടികൂടി. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഹെൽത്ത് 7ാം സർക്കിൾ കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിലാണ് പഴകിയ മത്സ്യം പിടികൂടിയത്. അഴുകിയ നിലയിൽ കണ്ട മത്സ്യങ്ങളാണ് പിടികൂടിയതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ട്രോളിംഗ് നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ ഫോർമാലിൻ കലർന്ന പഴകിയ മത്സ്യം മാർക്കറ്റുകളിൽ വിൽപ്പനയ്ക്കെത്താൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മാർക്കറ്റുകളിലും വഴിയോര മത്സ്യവിൽപ്പന കേന്ദ്രങ്ങളിലും പരിശോധന നടക്കുകയാണ്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും അധികൃതർ അറിയിച്ചു. കൊച്ചി MG റോഡിൽ വെച്ച് പുലർച്ചെ 1:30 സിനിമാ ഷൂട്ടിംഗ് വിവാദത്തിൽ തിരക്കേറിയ റോഡിൽ മതിയായ സുരക്ഷയില്ലാതെ സാഹസിക രംഗങ്ങളാണ് ചിത്രീകരിച്ചത്. ഈ സാഹചര്യത്തിലാണ് കാർ അപകടത്തിൽ കേസെടുത്ത് പോലീസ് രംഗത്ത് വന്നത്. ഇരുചക്ര വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കവെയാണ് അപകടം. അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിനാലാണ് സെൻട്രൽ പോലീസ് കേസെടുത്തത്. അർജുൻ അശോകൻ, മാത്യു തോമസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ബ്രോമൻസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ കൊച്ചി MG റോഡിൽ വെച്ച് പുലർച്ചെ 1:30 അപകടം. അർജുൻ അശോകൻ, മാത്യു, സംഗീത് പ്രതാപ് എന്നിവരുൾപ്പെടെ 5
പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. സാധാരണ തിരക്കേറിയ റോഡിൽ ഇത്തരം രംഗങ്ങൾ ഷൂട്ട് ചെയ്യാറില്ല. ഇവർ സഞ്ചരിച്ച കാർ തലകീഴായി മറിയുകയായിരുന്നു. സിനിമയിലെ സ്റ്റണ്ട് മാസ്റ്ററായിരുന്നു കാർ ഓടിച്ചത്. വഴിയിൽ നിർത്തിയിട്ട 2 ബൈക്കുകളിൽ കാർ തട്ടിയപ്പോൾ ബൈക്ക് യാത്രക്കാരായ 2 പേർക്കും പരിക്കേറ്റു. സാധാരണക്കാരുടെ ജീവൻ പോലും അപകടത്തിലാകും വിധം ഷൂട്ടിംഗ് തുടർന്നു. അതിനിടെ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിയുകയും മുന്നിലുണ്ടായിരുന്ന കാറിലിടിക്കുകയും ചെയ്തു. ഈ കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഫുഡ് ഡെലിവറി ബോയുടെ ബൈക്കിലിടിച്ചു. തലകീഴായി മറിഞ്ഞു. ഭാഗ്യം കൊണ്ടാണ് താരങ്ങൾ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത്. അരുൺ ജോസ് സംവിധാനം ചെയ്യുന്ന ബ്രോമൻസ് എന്ന ചിത്രത്തിന്റെ ചേസ് സീൻ ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അർജുൻ അശോകനെയും സംഗീത് പ്രതാപിനെയും അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മിതവേഗത്തിലെത്തിയ കാർ ഒരു ബൈക്കിനെ മറികടക്കുന്നതിനിടെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. മറ്റൊരു ബൈക്കിൽ ഇടിച്ച ശേഷം റോഡിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.